ഭാര്യയും ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ മാത്രമേ ഭാര്യക്കും ഭർത്താവിനും ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളൊക്കെ ചെയ്യാം എന്നല്ല. ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത, ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കുടുംബജീവിതത്തിന്റെ മഹിമയും കുടുംബജീവിതത്തിന്റെ ആനന്ദവും കുടുംബജീവിതത്തിന്റെ സന്തോഷവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഏതെല്ലാം റോൾ മോഡലായി ഏതെല്ലാം വിഷയങ്ങളിൽ എങ്ങനെയെല്ലാം ഇടപെട്ട് ജീവിക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതാണ്. അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറിവിനിലാവിന്റെ മജ്ലിസുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഇന്നത്തെ പവിത്രമായ മജ്ലിസിൽ ഒരു പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ഭർത്താവ് കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും കുടുംബജീവിതത്തിലെ പല സങ്കടങ്ങളും കുടുംബജീവിതത്തിലെ പല പിണക്കങ്ങളും ഉണ്ടാവാൻ കാരണം ഭാര്യയുടെയും ഭർത്താവിന്റെയും വഴിവിട്ട സ്വഭാവ രീതിയാണ്. അതങ്ങനെ തന്നെയാണ്. ഭാര്യമാരിൽ നിന്നോ ഭർത്താക്കന്മാരിൽ നിന്നോ അരുതാത്ത പ്രവർത്തനങ്ങള്, അരുതാത്ത സ്വഭാവങ്ങള്, ഉണ്ടാവാൻ പാടില്ലാത്ത സംസാര രീതികൾ, ഉണ്ടാവാൻ പാടില്ലാത്ത സമീപന രീതികൾ, ഉണ്ടാവാൻ പാടില്ലാത്ത ബന്ധങ്ങള്, അതൊക്കെ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. ആ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടുംബജീവിതത്തിൽ സന്തോഷങ്ങൾ അല്ലാഹു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, കുടുംബജീവിതത്തിന്റെ മഹിമ പറഞ്ഞു തന്ന നബിയേ, കുടുംബജീവിതത്തിൽ സന്തോഷം വളർപ്പിച്ചു തന്ന നബിയേ, കുടുംബജീവിതത്തിൽ സ്നേഹത്തിന്റെ വഴികാരകളെ ഈ ഉമ്മത്തിൽ പ്രകാശം പോലെ പകർന്നു തന്ന തങ്ങളെ, ഒരു അറിവിൻ നിലാവായി കുടുംബജീവിതത്തിലെ സന്തോഷത്തിനുള്ള പോയിന്റുകള് അവിടുത്തെ ജീവിതത്തിൽ ഉള്ള സ്വഹാബത്തിനെ പകർത്തിക്കൊടുത്ത മുത്തുനബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ? ലാ തുബാശിറു മർഅത ഫതനഅതഹാ ലിസൗജിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, ഒരിക്കലും ഒരു പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവന്റെ കൂട്ടുകാരനാവട്ടെ, അവന്റെ കൂടപ്പുറപ്പാവട്ടെ, അവന്റെ അയൽവാസിയാവട്ടെ, ഒരിക്കലും ഒരു പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയോട് മറ്റൊരു പുരുഷന്റെ മഹത്വം വല്ലാതെ അധികരിപ്പിച്ച് പറയാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരിക്കലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മറ്റൊരു പുരുഷന്റെ മഹത്വങ്ങൾ വല്ലാതെ അധികരിപ്പിച്ച് നിങ്ങൾ പറയാൻ പാടില്ല.
മറ്റൊരു പുരുഷനെ കുറിച്ച് വല്ലാതെ അധികമായി മദ്ഹ് പറയാൻ പാടില്ല. അവന്റെ സൗന്ദര്യത്തിനെ വർണ്ണിച്ച് പറയാൻ പാടില്ല. അവന്റെ ആരോഗ്യത്തെ വർണ്ണിച്ച് പറയാൻ പാടില്ല. അവന്റെ സമ്പത്തിനെയോ അവനിൽ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചിട്ട് ഒരു പ്രിയപ്പെട്ട ഭർത്താവും അവന്റെ സ്നേഹിതനെ കുറിച്ചിട്ട് തന്റെ സ്വന്തം ഭാര്യയോട് അവന്റെ മഹത്വം വല്ലാതെ അധികരിപ്പിച്ച് പറയാൻ പാടില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തുബാശിറുൽ മർഅത്തുൽ മർഅതാ. അല്ലാഹുവേ, ഭാര്യ ഒരു പെണ്ണുമായി സഹവസിച്ചവളാണ്. തന്റെ കൂട്ടുകാരിയുടെ മഹത്വങ്ങള്, തന്റെ കൂട്ടുകാരിയുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ട്, തന്റെ കൂട്ടുകാരിയുടെ അഴകിനെ കുറിച്ചിട്ട്, തന്റെ കൂട്ടുകാരിയുടെ ശരീരത്തിന്റെ മനോഹരമായ അവയവങ്ങളെ കുറിച്ചിട്ട്, തന്റെ കൂട്ടുകാരിയെ കുറിച്ച് ഒരിക്കലും നല്ല ഭർത്താവിനോട് അധികമായി പുകഴ്ത്തി സംസാരിക്കാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറിവിന്ദിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന 10,000 കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നത് എന്തിനാണ്? ഈ പ്രധാനപ്പെട്ട പോയിന്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു പിണക്കമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു പിണക്കമോ പ്രശ്നമോ പ്രതിസന്ധികളോ വിള്ളലോ സന്തോഷത്തിൽ സങ്കടമില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ചെറുപ്പക്കാരാ, നിന്റെ പെണ്ണിന്റെ സ്വഭാവം മോശമാവാതിരിക്കാൻ വേണ്ടിയാണ്. നിന്റെ പാവപ്പെട്ട പെണ്ണ്, നീ സ്നേഹിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന, നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് മറ്റൊരു പുരുഷന്റെ കൂടെ ഒളിച്ചോടി പോയാതിരിക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ആ പുരുഷന്റെ ശരീര ഭംഗിയ മനസ്സിലേക്ക് ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ആ പുരുഷനെ മനസ്സിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഹറാമിയത്തിലുള്ള ചിന്ത പെണ്ണിന് വരാതിരിക്കാൻ വേണ്ടിയാണ്. ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരിലുള്ള മഹത്വം നിന്റെ ഭാര്യയോട് സൗന്ദര്യത്തിലുള്ള മഹത്വം നീ പറഞ്ഞു കൊടുക്കല്ലേ മോളെ. ഉസ്താദേ, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എന്താ? എന്റെ പെണ്ണ് എന്റെ പെണ്ണല്ലേ, അവളെ ഞാൻ നിക്കാഹ് കഴിച്ചതല്ലേ, ഞാൻ മഹർ കൊടുത്തിട്ട് ഞാൻ കല്യാണം കഴിച്ച പെണ്ണല്ലേ ഉസ്താദേ. പിന്നെ എന്തേ എന്റെ പെണ്ണിനോട് ഞാൻ എങ്ങനെ പറഞ്ഞാൽ എന്തേ ഉസ്താദേ? എന്റെ പെണ്ണിനെ എനിക്ക് വിശ്വാസമാണ് ഉസ്താദ്, എന്റെ പെണ്ണിനെ എനിക്ക് വല്ലാത്ത വിശ്വാസമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്ന് സംഭവിക്കാനാണ് എന്ന് പല ചെറുപ്പക്കാരും ചോദിക്കാറുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, അറിവിന്ദിലാവിലെ പ്രകാശമുള്ള അറിവുകൾ പകർത്തിയെടുക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകരങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ രഹസ്യം അടങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരാ, അതിൽ വലിയൊരു രഹസ്യം അടങ്ങി നിൽക്കുന്നുണ്ട് കൂട്ടുകാരാ. സ്വന്തം ഭാര്യയോട് കൂട്ടുകാരിലുള്ള ശരീരത്തിലുള്ള ഭംഗി പറഞ്ഞു കൊടുത്ത, കൂട്ടുകാരിലുള്ള സമ്പത്തിലുള്ള ഭംഗി പറഞ്ഞു കൊടുത്ത, കൂട്ടുകാരനെ കുറിച്ചിട്ടുള്ള മഹത്വം നിങ്ങളെ വല്ലാതെ അങ്ങ് പറഞ്ഞു കൊടുത്ത, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും അത് ഉദ്ധരിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ. ആ പെണ്ണിന്റെ മനസ്സിലേക്ക് ഇബ്ലീസ് കടന്നുകൂടാൻ അത് ഏറ്റവും വലിയ കാരണമാണ്. ആ ഭർത്താവ് പറഞ്ഞ എന്റെ കൂട്ടുകാരനെ കുറിച്ച് പെണ്ണിന്റെ മനസ്സിൽ ആലോചന വരുന്നതാണ്, പെണ്ണിന്റെ മനസ്സിൽ ചിന്ത വരുന്നതാണ്, പെണ്ണിനോട് ആ ചെറുപ്പക്കാരനോട് സ്നേഹം വരുന്നതാണ്. അത് സ്വാഭാവികമാണ്, അത് സ്വാഭാവികമാണ്. അല്ലാഹുവിന്റെ പ്രവാചകരാ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കാരണമാവാൻ പാടില്ല ചെറുപ്പക്കാരാ.
നീ കലാലയങ്ങളിൽ പഠിക്കുമ്പോ നിന്റെ കൂടെ പഠിച്ചവനാണ് ശരിയാണ്, നിന്റെ കൂടെ പ്രവാസ ലോകത്ത് ജോലി ചെയ്തവനാണ് ശരിയാണ്, നിന്റെ കൂടെ ബിസിനസ്സിൽ പങ്കാളിയാണ് ശരിയാണ്, നിന്റെ കൂടെ യാത്ര ചെയ്തവനാണ് ശരിയാണ്, നീ കുടുങ്ങിയ സമയത്ത് നിന്നെ സഹായിച്ചവനാണ്, നിനക്ക് വേണ്ടി എല്ലാം 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 ചെയ്തു തന്നവനാണ് ശരിയാണ്. പക്ഷേ അതിര് കടന്നുകൊണ്ട് സംസാരിക്കാൻ പാടില്ല കൂട്ടുകാരാ. നീയും അവനും ഒറ്റ ബെഡ്റൂമിൽ താമസിക്കുമ്പോ, നീയും നിന്റെ കൂട്ടുകാരനും ഒരുമിച്ചൊരു റൂമിന്റെ അകത്ത് താമസിക്കുമ്പോ, ആ കൂട്ടുകാരന്റെ ശരീരത്തിൽ ആരോഗ്യം കൊണ്ട് നീ അത്ഭുതപ്പെട്ട് വന്നേക്കാ. പക്ഷേ അത് ഒരിക്കലും ഇല്ല പെണ്ണിന്റെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ നീ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ പെണ്ണിന്റെ മനസ്സിലേക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഇബ്ലീസ് കൊടുക്കുമെന്നാണ്. പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല, സഹോദരിമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മനസ്സിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചെറിയൊരു ചാഞ്ചാട്ടം നൽകുമെന്നാണ്. അങ്ങനെ ചെറിയൊരു ചാഞ്ചാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അതികാരണമായിട്ട് ആ പെണ്ണിന്റെ മനസ്സിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഹറാമിയത്തിന്റെ ചിന്തകൾ കൊണ്ടുവരുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടല്ലേ കൂട്ടുകാരന്റെ കൂടെ പ്രിയപ്പെട്ടവരെ ഒളിച്ചോടി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ കൂടെ, എന്റെ പ്രിയപ്പെട്ടവളായ ഭാര്യ സമ്പത്ത് കണ്ട്, സൗന്ദര്യം കണ്ട്, ആരോഗ്യം കണ്ട്, സാമർത്ഥ്യം കണ്ട് കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി പോകാൻ കാരണം എന്താണ്? അതിന് കാരണം നിങ്ങൾ തന്നെയാണ് ചെറുപ്പക്കാരാ. അതിന് കാരണം നിങ്ങളുടെ ഈ വാക്ക് തന്നെയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അവസാനിപ്പിച്ചിട്ടില്ല. ഓരോ ചെറുപ്പക്കാരോടും മുത്തു റസൂലുള്ളാഹി പോയെന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട പെണ്ണുമോളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും നിങ്ങളെ കൂട്ടുകാരുടെ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങളെ ഭർത്താവിനോട് പറഞ്ഞു പോവല്ലേ മോളെ. ഒരിക്കലും നിങ്ങളെ കൂട്ടുകാരിയുടെ മഹത്വത്തെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരുടെ സമ്പത്തിനെ കുറിച്ചിട്ട്, നിങ്ങളെ കൂട്ടുകാരുടെ സാമർത്ഥ്യത്തെ കുറിച്ചിട്ട് ഒരിക്കലും അമിതമായിട്ട് നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞു പോവല്ലേ മോളെ. തുബാശിരിൽ മർഅത ഫതൻഅതഹാ ലിസൗജിഹാ. നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ ഒരുമിച്ച് ഒരു ലോഡ്ജിൽ താമസിച്ച നിന്റെ കൂട്ടുകാരിയാണ്, അതല്ലെങ്കിൽ നിന്നെ അടുത്തറിയുന്ന ഒരു കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം അറിയുന്ന കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം അറിയുന്ന കൂട്ടുകാരിയാണ്, നിന്റെ എല്ലാം അറിയുന്ന കൂട്ടുകാരിയാണ്. ശരിയാണ്, അവൾക്ക് അവളെ കുറിച്ച് എല്ലാം അറിയാം, അവളെ സമ്പത്തിനെ കുറിച്ചറിയാം, അവളെ സൗന്ദര്യത്തെ കുറിച്ചറിയാം, അവളുടെ ഭംഗിയെ കുറിച്ചറിയാം, അവളുടെ പഠനങ്ങളെ കുറിച്ചറിയാം, അവൾക്ക് അല്ലാഹു നൽകിയ കഴിവുകളെ, അവൾക്ക് അല്ലാഹു നൽകിയ സാമർത്ഥ്യങ്ങളെല്ലാം നിനക്കറിയാം പൊന്നുമോളെ. ആ കൂട്ടുകാരിയുടെ കഴിവിനെ, ആ കൂട്ടുകാരിയുടെ മനോഹരമായ ഭംഗിയെ ഒരിക്കലും മണിയറക്കകത്തിരുന്നുകൊണ്ട് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നീ
അമിതമായി വാചാലനായി പറയരുതെന്നേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ നിങ്ങളും പറയും ഉസ്താദേ എന്റെ ഭർത്താവ് അങ്ങനെയൊന്നുമല്ല. അത് ആരും അങ്ങനെയാകുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഹൃദയാന്തരത്തിന്റെ അകത്ത് വർദ്ധിച്ചുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഹൃദയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മനുഷ്യന്റെ ചിന്തകളെ വികാരത്തിന്റെ ലോകത്തേക്ക് വലിച്ചുകൊണ്ട് പോകുമെന്നാണ്. അതിന് നീ ഒരു കാരണമാവരുത് മോളെ. നമ്മുടെ വാക്കുകൾ അതിലൊരു കാരണമാവരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. സംഗതിയൊക്കെ ശരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഇത് ചിന്തിക്കാറുണ്ടോ? അപ്പൊ ഉസ്താദേ കൂട്ടുകാരനെ കുറിച്ചിട്ടൊന്നും പറയണ്ടേ? ദത്താപ്പി മൂല്യര് പറയുന്നത് കൂട്ടുകാരനെ കുറിച്ചിട്ടൊന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയണം. എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് പറയാം. അതിനൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ അമിതമായിട്ട് പറയരുത്. അനക്ക് കേൾക്കണം, എന്റെ കൂടെ പഠിച്ചൊരു പാത്തുമ്മ ഉണ്ടായിരുന്നു, അല്ലാ ഓളെ ചൊറക്കിങ്ങട്ട് പറയണെങ്കിൽ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അല്ലാ അപ്പൊ ഇവരെ മനസ്സിലായി ഈ നേരത്തെ പറഞ്ഞ പാത്തുമ്മല്ലേ, അത് എവിടെ സ്ഥലം എവിടെയാ? പിന്നെ തുടങ്ങും. നമ്മള് പാവത്തൊന്നും അറിയാതെ നമ്മളെ അങ്ങനെ പറഞ്ഞെടുക്കും. പക്ഷേ അവിടെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇടപെടുന്നത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ ഇടപെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാരിയുടെ മുന്നിൽ ഭർത്താവിനെ ഷൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരിയുടെ മുമ്പിൽ ഭർത്താവിന് മറ കൊടുക്കാത്ത ഭാര്യമാരുണ്ട്. എത്ര ആളുകളാണ് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും ഉസ്താദേ എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണേ, എന്റെ ഇക്കാന്റെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടാൻ ദുആ ചെയ്യണേ, എന്റെ ഇക്കയുടെ സ്വഭാവം നന്നാവാൻ ദ്വാരിക്കണമെന്ന് പലരും പറയാറുണ്ട്. എന്റെ ഇക്കാക്ക് മറ്റൊരു പെണ്ണിനോട് സ്നേഹമാണ്, എന്റെ ഇക്കയുടെ മനസ്സിൽ എന്നോട് വല്ലാത്ത ഇഷ്ടമൊന്നും പഴയ പോലെയില്ല, എന്റെ ഇക്കയുടെ മനസ്സിൽ മറ്റൊരു പെണ്ണുമായി അടുപ്പത്തിലാണ്. പെങ്ങളെ, പലരുടെയും ജീവിതം അവതാളത്തിലാവാൻ കാരണം സ്വന്തം ഭാര്യയല്ലേ പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും കുറ്റപ്പെടുത്തുകയില്ല, എല്ലാവരെയും ഒരാളെയും കുറ്റപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നില്ല. കാലഘട്ടം കേൾക്കേണ്ട പ്രഭാഷണമാണ്, കാലഘട്ടം മനസ്സിലാക്കേണ്ട ഹദീസാണ്. കാലഘട്ടത്തിന്റെ യുവതയുവാക്കൾ നമ്മളടക്കം മുഴുവൻ ആളുകളും ഹൃദയത്തെ നെഞ്ചിലേറ്റുള്ള വിഷയമാണ്. പലപ്പോഴും നമ്മൾ സ്നേഹം അധികരിച്ചു കഴിഞ്ഞാൽ പറയുന്ന വാക്കുകൾക്ക് ലിമിറ്റില്ലല്ലോ. സ്നേഹം കൂടുമ്പോ പറയുന്ന വാക്കുകൾക്ക് അതിരുവെക്കാറില്ലല്ലോ. കൂട്ടുകാരനെ കുറിച്ചിട്ട് ഭാര്യയോട് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ മഹത്വം പറയുമ്പോ ആ പെണ്ണിന്റെ മനസ്സ് നശിച്ചു പോവുകയാണ്. കൂട്ടുകാരാ, നമ്മളറിയുന്നില്ല, അത് നമ്മളറിയുന്നില്ല മോനെ, അത് നമ്മളറിയുന്നില്ല മോനെ, അത് നമ്മളറിയുന്നില്ല മോനെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ പാപത്തിന്റെ കൊടുമുടിയിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുപോകുമെന്നാണ്. ഇതേ പ്രകാരം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു പ്രിയപ്പെട്ട പെണ്ണെ, നിങ്ങളെ കൂട്ടുകാരിയെ കുറിച്ചിട്ട് നിങ്ങളെ ഇക്കയോട് നിങ്ങളെ ഭർത്താവിനോട് അധികമായി സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ മനസ്സും അറിയാതെ ആ പെണ്ണിലേക്ക് ലയിച്ചു പോകുമെന്ന ആ ഭർത്താവിന്റെ മനസ്സിന്, ആ ഭർത്താവിന്റെ ഹൃദയത്തിന്, ആ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്നോടുള്ള സ്നേഹം കുറയും പൊന്നുമോളെ. ആ ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് നിന്നോടുള്ള ഇഷ്ടം കുറയും മോളെ. നിന്നോടുള്ള ഇഷ്ടത്തിന് പകരം നിന്റെ കൂട്ടുകാരിയുടെ നീ മഹത്വം പറഞ്ഞു കൊടുത്ത നിന്റെ കൂട്ടുകാരിയുണ്ടല്ലോ, നീ പവർ പറഞ്ഞു കൊടുത്ത നിന്റെ കൂട്ടുകാരിയുണ്ടല്ലോ, നീ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞു നിന്റെ കൂട്ടുകാരിയില്ലേ, അവളെ ഭർത്താവ് മനസ്സിന്റെ അകത്തൊരു സ്ഥാനം കൊടുക്കുമ്പോളെ. അതുകൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതണ്ട.
എന്റെ ഭാര്യ അങ്ങനെയാണെന്നാണോ ഉസ്താദ് പറയുന്നത്? അങ്ങനെ നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട. ഇതെല്ലാം സാന്ദർഭികമാണ്, ഇതെല്ലാം സാഹചര്യങ്ങൾക്ക് യോജിച്ചു വരുന്നതാണ്. അതിന്റെ സാഹചര്യം പോലും അടച്ചു കളയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ ഒരു വഴി പോലെ നീ ഒരിക്കലില്ല മോളെ, ആ ഒരു വഴി പോലെ നീ ഒരിക്കലില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. കുടുംബജീവിതത്തിലെ സങ്കടങ്ങളെ മാറ്റണം അല്ലാ, കുടുംബജീവിതത്തിലെ വിഷമങ്ങളെ മാറ്റണം അല്ലാ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വന്ന സങ്കടം പറയുകയാണ്. തങ്ങളെ, ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു. തങ്ങളെ, ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവളാണ്, എനിക്ക് വേണ്ടി ഒരുപാട് സങ്കടപ്പെടുന്നവളാണ്, എനിക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നവളാണ്. തങ്ങളെ, എന്റെ ഭാര്യയില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയൂല. തങ്ങളെ, എന്റെ ഭാര്യയില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയൂല. തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ വഞ്ചിച്ചു. തങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്ത് വന്നിട്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പരാതി പറയുകയാണ്. തങ്ങളെ, ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ ഭാര്യ, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ഭാര്യ, ഞാൻ പൊന്നുപോലെ കൊണ്ട് നടന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, കരയുമ്പോ എല്ലാം സാധിപ്പിച്ചു കൊടുത്തിരുന്ന എന്റെ ഭാര്യ, അവൾ എന്ത് പറഞ്ഞാലും അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു. അവൾ കരഞ്ഞാൽ ഞാൻ കണ്ണുനീര് തുളച്ചു കൊടുത്തിരുന്ന. തങ്ങളെ, ആ പ്രിയപ്പെട്ട ഭാര്യ എന്നെ വഞ്ചിച്ചു. തങ്ങളെ, എന്നെ വഞ്ചിച്ചു പോയി. തങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ? എന്റെ കൂടെ ജോലിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ എന്റെ ഭാര്യ എന്നോടുള്ള ജീവിതം അവസാനിപ്പിച്ചിട്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. തങ്ങളെ, അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോടാണ് വന്ന് സങ്കടം പറഞ്ഞത്. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മോനെ നിന്റെ ജോലി എന്താ മോനെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, ഞാനൊരു കച്ചവടക്കാരനാണ്. തങ്ങളെ, ഒരു കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. തങ്ങളെ, ഞാനാണ് കച്ചവടത്തിലുള്ള മുതലാളി. തങ്ങളെ, അവൻ എന്റെ കച്ചവടത്തിൽ ജോലിയെടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ മാത്രമാണ്. തങ്ങളെ, അവൻ എന്റെ കൂടെ കച്ചവട സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ്. തങ്ങളെ, വീണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കുറിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുറിച്ചിട്ട് നീ വല്ലതും പറഞ്ഞിരുന്നോ മോനെ? നീ വല്ലതും പറഞ്ഞിരുന്നോ മോനെ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ പറയാണ്, തങ്ങളെ, അവൻ എന്റെ വിശ്വസ്തനായ പണിക്കാരനാണ്, അവൻ എന്റെ വിശ്വസ്തനായ കച്ചവടക്കാരനാണ്. പാതിരാ സമയത്ത് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രാത്രി സമയമല്ലേ തങ്ങളെ, എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് ആ കച്ചവടക്കാരനെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അവന് ഒറ്റക്ക് അവന് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കുമായിരുന്നു. തങ്ങളെ, എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. തങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ടാണ് മോനെ, അത് മാത്രമാണ് മോനെ, അത് മാത്രമാണ് മോനെ.
നിനക്കവിടെയാണ് പരാജയം സംഭവിച്ചത്, നിനക്കവിടെയാണ് പരാജയം സംഭവിച്ചത്, നിനക്കവിടെയാണ് പരാജയം സംഭവിച്ചത്. നീ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാകിരുന്ന ചെറുപ്പക്കാരാ, നീ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാകിരുന്ന ചെറുപ്പക്കാരാ. കാരണം എന്താണെന്നറിയോ? നിന്റെ പെണ്ണ് നിന്റെ പണിക്കാരന്റെ കൂടെ, നിന്റെ ജോലിക്കാരന്റെ കൂടെ, നിന്റെ കൂടെ കച്ചവടത്തിന് പോന്നിരുന്ന ജോലിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ നീ കാരണമാണ് മോനെ. അതിന് നീ തന്നെയാണ് കാരണമെന്ന് പറഞ്ഞു പോയ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ ഈ ചരിത്രം നമുക്ക് വലിയ പാഠമല്ലേ ചെറുപ്പക്കാരാ, ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാണ് ചെറുപ്പക്കാരാ. എന്തേ ആ ചെറുപ്പക്കാരന്റെ ഭാര്യ അവന്റെ ജോലിക്കാരന്റെ കൂടെ ഇറങ്ങി പോവാ കാരണമെന്താണ്? പറയാണ്, അവന്റെ മഹത്വം നീ അമിതമായി പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ലേ, അവന്റെ മഹത്വം നീ അമിതമായി പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് മോനെ. അവന്റെ മഹത്വത്തെ അമിതമായി വർണ്ണിച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് മോനെ. അത് ഓരോ പുരുഷന്മാരും ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ വീണ്ടും പറഞ്ഞത്, കൂട്ടുകാരുടെ മഹത്വം ഭർത്താവിനോട് അമിതമായി പറയല്ല. ഭർത്താവിന്റെ മഹത്വം കൂട്ടുകാരനോട്, ഭർത്താവിന്റെ കൂട്ടുകാരന്റെ മഹത്വം കൂട്ടുകാരിയുടെ മഹത്വം ഭർത്താവിനോട് അമിതമായി പറയല്ല. കൂട്ടുകാരന്റെ മഹത്വം പ്രിയപ്പെട്ട ഭാര്യയോട് അമിതമായി പറയല്ല. അതുകൊണ്ടല്ലേ കൂട്ടുകാരന്റെ കൂടെ ഭാര്യ ഒളിച്ചോടി പോകാൻ കാരണം എന്തെന്നറിയോ? കൂട്ടുകാരന്റെ കൂടെ പ്രിയപ്പെട്ട ഭാര്യ കറങ്ങി നടക്കാൻ കാരണം എന്തെന്നറിയോ? നമ്മൾ വിശ്വസ്തനായി കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്, നമ്മൾ നീല പോലെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്, നമ്മൾ നീല പോലെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനാണ്. എവിടെയാണ് ചെറുപ്പക്കാരാ, എവിടെയാണ് ചെറുപ്പക്കാരാ നമുക്ക് അപകടം സംഭവിച്ചതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ വീട്ടിലില്ലാത്ത സമയത്ത് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ വീട്ടിലേക്ക് അടുപ്പിച്ചത് നീയല്ലേ? പാപമല്ല മോനെ, അത് ഹറാമല്ല മോനെ, അത് തെറ്റല്ലേ മോനെ. ആ സമയത്ത് നമ്മളെ ചിന്തിച്ചില്ലല്ലോ, ഇത് മുത്തു റസൂലുള്ളാഹി ഹറാമാക്കിയതാണ്, ഇത് മുത്തു റസൂലുള്ളാഹി ഹറാമാക്കിയതാണ്, ഇത് പരിശുദ്ധമായ ദീന വിലക്കിയതാണ്. ഉസ്താദേ നിങ്ങളെ പറയുന്നത് പോലെയല്ല, എന്റെ കൂട്ടുകാരനെന്ന അങ്ങനത്തെ മനസ്സ് വരൂല്ല, എന്റെ കൂട്ടുകാരനെന്ന അങ്ങനത്തെ മനസ്സ് വരൂല ഉസ്താദ്. പറയും ചെറുപ്പക്കാരാ, നമ്മളതൊക്കെ പറയും ചെറുപ്പക്കാരാ, പക്ഷേ മനസ്സിലേക്ക് പിശാചാണ് ചിന്തകൾ കൊണ്ടുവരുന്നത്. അതിനൊരു കാരണമായിട്ട് നമ്മൾ ആക്കി തീർക്കാൻ പാടില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പലരും പ്രയാസങ്ങൾ പറയാറുണ്ട്, പലരും കണ്ണീരോടെ സങ്കടം പറയാറുണ്ട്. എന്റെ കൂടെ ബിസിനസ് ചെയ്തവനാണ്, എന്റെ വാഹനത്തിന്റെ ഡ്രൈവറാണ്, എന്റെ വീട്ടിൽ അവനക്കൊരു അനിയനെ പോലെ സ്ഥാനം കൊടുത്താണ് ഉസ്താദേ, അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉസ്താദേ, അവന്റെ എല്ലാ ചെയ്തു കൊടുത്തിട്ടുള്ള ഉസ്താദ്. എന്നിട്ട് പോലെ അവൻ എന്നെ വഞ്ചിച്ചല്ലോ ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൻ തട്ടിക്കൊണ്ടുപോയല്ലോ ഉസ്താദ്. ആരാ കാരണം ചെറുപ്പക്കാരാ, ആരാ കാരണം ചെറുപ്പക്കാരാ? കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട മുത്തു പ്രവാസികളെ, നിങ്ങളെ വീട്ടിലേക്ക് അരി വാങ്ങണമെങ്കിൽ, നിങ്ങളെ വീട്ടിലേക്ക് ചിക്കൻ കൊണ്ടുപോകണമെങ്കിൽ, അത് വീട്ടിലേക്ക് കടന്നു പോവല് നിങ്ങളെ ഭാര്യ വീട്ടിൽ തനിച്ചാണെങ്കിൽ അന്യ പുരുഷനെ തനിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ല ചെറുപ്പക്കാരാ.
ഇത് പറയുമ്പോ നമ്മൾ പറയും ഉസ്താദേ പ്രവാസിയായ എന്റെ ഭാര്യ നല്ലവളാണ്, അത് നല്ലവൾ തന്നെയാണ്, ഒരിക്കലും അതിൽ മാറ്റമില്ല. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവരെ വിഷമങ്ങളെ രോഗങ്ങളൊക്കെ അല്ലാഹുവേ മാറ്റണം. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഒന്നും പുറന്നു പറയാതെ സഹിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങളെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കണമല്ല, ഞങ്ങളെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, വേണ്ട മോനെ, വേണ്ട ചെറുപ്പക്കാരാ, കൂട്ടുബന്ധത്തിന്റെ പേര് പറഞ്ഞ് കോളേജിൽ എന്റെ കൂടെ പഠിച്ചവനാണ്, ബിസിനസ്സിൽ എന്റെ പാർട്ണറാണ്, കച്ചവടത്തിൽ എന്റെ കൂടെയുള്ളവനാണ്, എല്ലാം ശരിയാണ് ചെറുപ്പക്കാരാ. അത് കരുതിയിട്ട് എന്റെ വീട്ടിൽ തനിച്ചു കഴിയുന്ന എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് എന്റെ കൂട്ടുകാരനെ പറഞ്ഞുവിടൽ ഹറാമാണ് മോനെ, ഹറാമാണ് മോനെ. ഇസ്ലാമിന്റെ പരിധി വിട്ട് കളിക്കല്ല പോലെ, ഇസ്ലാമിന്റെ അതിര് വിട്ട് കളിക്കല്ല ചെറുപ്പക്കാരാ. അത് കുടുംബജീവിതത്തിലെ ബർക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്താൻ അത് കാരണമാണ്. നമ്മൾ പറയും എന്റെ ഭാര്യ നമസ്കരിക്കുന്നവളാണ്, അതിലൊന്നും ഉസ്താദ് തർക്കം പറയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നെഞ്ചത്തെ കൈവച്ച് ചിന്തിക്കണം ഉമ്മത്തെ, ഈ ഉമ്മത്തിന് അപകടം സംഭവിച്ചത് എവിടെയാണെന്നറിയോ? പലപ്പോഴും കൂട്ടുകാരന്റെ കൂടെ ഭാര്യ ഒളിച്ചോടി പോകാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ അടുക്കളയിൽ വന്ന് സംഭവിച്ച പിഴവ് കാരണമാണ്, നമ്മുടെ അടുക്കൽ സംഭവിച്ച പിഴവ് കാരണമാണ്. ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ, ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ, ഇതൊക്കെ തിരുത്തേണ്ടത് നമ്മളല്ലേ കൂട്ടുകാരാ. അല്ലാഹുവേ, അങ്ങനെ ഒരു അപകടം നിങ്ങളെ കുടുംബത്തിൽ നൽകില്ല അല്ലാ, അങ്ങനത്തെ ഒരു കണ്ണീരിന്റെ അവസ്ഥ ഞങ്ങളെ കുടുംബത്തിൽ നൽകില്ല അല്ലാ, അങ്ങനത്തെ ഒരു സങ്കടത്തിന്റെ അവസ്ഥ ഞങ്ങളെ കുടുംബത്തിൽ നൽകല്ലേ അല്ലാ. നേരെ തിരിച്ചും നടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇത് മാത്രമല്ലല്ലോ, നേരെ തിരിച്ചും നടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എത്രയോ പ്രിയപ്പെട്ട ഭാര്യമാര്, എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര്, അല്ലാഹുവേ മനസ്സ് പാവമാണ്, അവരെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ കൊണ്ടുവരില്ല, അവരെ മനസ്സിലേക്ക് ഹറാമിയത്തിന്റെ ചിന്ത കൊണ്ടുവരാത്ത ഭാര്യമാരാണ്, മനസ്സിലേക്ക് തെറ്റുകൾ കൊണ്ടുവരാത്ത ഭാര്യമാരാണ്. എന്റെ പ്രിയപ്പെട്ട മാപ്പിയുടെ കൈ പിടിച്ചുകൊണ്ട് കബീത്ത് നിക്കാഹാകുന്ന പറയലോടുകൂടെ ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് എന്നെ സ്വീകരിച്ചവരാണ് എന്റെ പ്രിയപ്പെട്ട ഇക്ക, എന്നെ സ്വീകരിച്ചവരാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്നെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ. അതൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് സന്തോഷം തരട്ടെ. പക്ഷേ അത് കരുതിയിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഭർത്താവിന്റെ മുമ്പിൽ പരസ്യമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാനോ, ഒറ്റയ്ക്ക് കിന്നാരം പറയാനോ, ഫോണിലൂടെ സംസാരിക്കാനോ, ഹറാമിയത്തിന്റെ വഴികളെ ഈമാനുള്ള പെങ്ങളെ നിങ്ങളെ തുറന്നു കൊടുക്കല്ല മോളെ, നിങ്ങളെ തുറന്നു കൊടുക്കല്ല മോളെ. അങ്ങനെ നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ചിട്ട് നിങ്ങളെ ഭർത്താവിന്റെ മുമ്പില് മഹത്വം പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഏത് സമയത്തും നിന്റെ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. നീ നിന്റെ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ ഭർത്താവ് വീട്ടിൽ ഒറ്റക്കാണെങ്കിൽ പെങ്ങളെ എന്റെ കൂട്ടുകാരിയാണ്, എന്റെ ചന്ത കൂട്ടുകാരിയാണ്, എന്റെ കസിനാണ്, എന്റെ ഫ്രണ്ടാണ്, എനിക്ക് എല്ലാമാണ് അവള്. അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ, എന്റെ പ്രിയപ്പെട്ട ചന്ത സഹോദരിയെ ഭർത്താവ് ഒറ്റക്കുള്ള സമയത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടൽ ഹറാമാണ് മോളെ, അത് തെറ്റാണ് മോളെ. അഥവാ ആ ഭർത്താവിന്റെ
മനസ്സിലേക്ക് ഒരു ഹറാമിന്റെ ചിന്ത കടന്നു വന്ന അതിന് കാരണം നിങ്ങളാണ് പെങ്ങളെ, അതിന് കാരണം നമ്മളാണ് മോളെ. ഇത് പറയുന്നതുകൊണ്ട് അറിയുന്നില്ല അവന്റെ കുടുംബങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവും സംശയിക്കണ്ട. എന്റെ ഇക്ക അങ്ങനെയാണോ, എന്റെ പെണ്ണ് അങ്ങനെയാണോ, ഒരിക്കലും സംശയിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, തെറ്റിദ്ധാരണ വരാൻ വേണ്ടിയല്ല പറയുന്നത്. സമൂഹം എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ്. വിശ്വാസമാണ് എല്ലാം. വിശ്വാസം കൈമുതലാക്കിയിട്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വികാരത്തിന്റെ ലോകത്തേക്ക് മനുഷ്യചിന്തകൾ അറിയാതെ കൈപിടിച്ചു കൊണ്ടുപോകുമോ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ എത്ര കുടുംബങ്ങളാണ് സങ്കടം പറയാറെന്നറിയോ, എത്ര കുടുംബങ്ങളാണ് കണ്ണുനീര് കുടിക്കുന്നതെന്നറിയോ. ഇക്കാക്ക് മറ്റൊരു പെണ്ണിനോട് അടുപ്പമാണ് ഉസ്താദ്, നിക്കാഹ് കഴിഞ്ഞപ്പോ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ എന്നെ എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ എനിക്കെല്ലാമെല്ലാം വാങ്ങിത്തരുമായിരുന്നു. ആ സ്നേഹമെന്ന് എവിടെയാ, ആ സ്നേഹമെന്ന് എവിടെയാ, ആ സ്നേഹമെന്ന് എവിടെയാണ് പ്രിയപ്പെട്ട പെങ്ങളെ. എന്റെ ഇക്കാന മനസ്സിൽ എനിക്ക് പകരം മറ്റൊരു പെണ്ണാണ് ഉസ്താദ്. എന്റെ ഇക്ക എന്നെ സ്നേഹിക്കുന്ന സ്ഥാനത്ത് ഏതോ ഒരു പെണ്ണാണ് ഉസ്താദ്. അല്ലാഹുവേ, വിദേശത്തിനുള്ള കാശ് അയച്ചു കൊടുക്കുന്നത് അങ്ങോട്ടാണ്, അവൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പറയാറില്ലേ, എത്ര സഹോദരിമാരാണ് പറയാറുള്ളത്, പല അപകടങ്ങളും സംഭവിക്കാൻ കാരണം എന്തെന്നറിയോ, നമ്മൾ അവൾക്കുള്ള വളം വെച്ചു കൊടുത്തത് കൊണ്ടാണ്, നമ്മൾ അവർക്കുള്ള സൗകര്യം ഒരുക്കി വെച്ചത് കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ ഭാര്യ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് നീ പുറത്തു പോവാൻ പാടില്ല, പെണ്ണിനെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് പുറത്തു പോവാൻ പാടില്ല ചെറുപ്പക്കാരാ. അത് പല അപകടങ്ങൾക്കും കാരണമാണ്, പല അപകടങ്ങൾക്കും കാരണമാണ്. മാത്രമല്ല അത് കുടുംബജീവിതത്തിൽ തെറ്റിദ്ധാരണ വരാൻ കാരണമാണ്. മദീനയുടെ നായകനെ മുഹമ്മദ് മുസ്തഫ പലരും ആലോചിക്കാറില്ലല്ലോ, പലരും ആചോദിക്കാറില്ലല്ലോ, പലരും അതിന്റെ ഗൗരവത്തെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. ഇതൊക്കെ മുത്തുനബി പറഞ്ഞതാണ് ഉമ്മ, ഇതൊക്കെ മുത്തുനബിയുടെ വാക്കാണ് വാപ്പ, ഇതൊക്കെ മുത്തുനബി ഉമ്മത്തിനെ പഠിപ്പിച്ചതാണ്, ഇതൊക്കെ മുത്തു റസൂലുള്ള പറഞ്ഞു തന്നത് എന്തിനാണ്? കുടുംബജീവിതത്തിലെ ഭദ്രത, കുടുംബജീവിതത്തിലെ പ്രകാശോ, കുടുംബജീവിതത്തിലെ സന്തോഷോ, കുടുംബജീവിതത്തിലെ സമാധാനം അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ്, തെറ്റിദ്ധാരണയുടെ കുടുംബങ്ങൾ അകന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് മദീനയുടെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത്. വളരെ വളരെ ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ ആലോചിക്കണം. ഇതിപ്പോ എങ്ങനെ ആലോചിക്കാം? ഉണ്ടോ അങ്ങനെ വല്ല ഉണ്ടോ? അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കളി. അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ഫോൺ ഇങ്ങനെ വിളിക്കുമ്പോ ആർക്കാപ്പത്, അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിക്കുമ്പോ താങ്കൾ വിളിക്കുന്ന കോൾ മറ്റൊരു കോളിലാണ്, നേരത്തെ 10 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്, 12 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്, 1 മണിക്ക് വിളിച്ചപ്പോഴും മറ്റൊരു കോളിലാണ്. എത്ര റബ്ബേ ഇത് മറ്റൊരു കോളിലാണ്. സാധു ചിലപ്പോ തിരക്കിട്ട് ആർക്കെങ്കിലും വിളിക്കായിരിക്കും. അപ്പൊ തെറ്റിദ്ധാരണ മനസ്സിൽ വരരുത്.
തെറ്റിദ്ധാരണ മനസ്സിൽ വരരുത്. അപ്പൊ പുരുഷന്മാരെ ഇങ്ങനെ ഞെളിയണ്ട, കേട്ടില്ല. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഭാര്യയ്ക്ക് വിളിക്കുമ്പോ പ്രിയപ്പെട്ട ചില സഹോദരന്മാരെ കണ്ടില്ലെങ്കിൽ അവർക്ക് ശരിക്കും മൊബൈൽ ഉപയോഗിക്കാൻ കഴിയില്ല. അത് പറയണ മൊബൈൽ ഉപയോഗിക്കാൻ കഴിയൂല. ചില സഹോദരന്മാരെ കുറിച്ചിട്ടാ പറയണേ, എല്ലാരും കുറിച്ചിട്ടല്ല. ചില ആളുകൾ അവർക്ക് കോള് വരുന്നത് ഇങ്ങനെ ആ പച്ച ഇങ്ങനെ ഗ്രീൻ ഇങ്ങനെ നീക്കണം, കട്ട് ചെയ്യണമെങ്കിൽ ചുവപ്പ് ഇങ്ങനെ അമർത്തണം, അതേ അറിയുള്ളൂ ചിലർക്ക്. അപ്പൊ ചില ആളുകളെ ചിലപ്പോ അറിയാതെ ഇങ്ങനെ 198 അറിയാതെ നീങ്ങി പോയിട്ടുണ്ടാവും. അതങ്ങനെ കസ്റ്റമർ കോൾ ഇങ്ങനെ പോയിരിക്കാരം. അപ്പൊ മൂപ്പര് ചിലപ്പോ ഗേറ്റ് തുറക്കാൻ വിളിക്കാരം. മൂപ്പര് ഗേറ്റിന്റെ അപ്പുറത്തുണ്ടാവും. ഇവിടെ ഭയങ്കര ബിസിയാ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു കൂട്ടാ, ആലോചിച്ച് പർവ്വതം കയറി എവറസ്റ്റ് കൊടുമുടി കയറിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും തെറ്റിദ്ധാരണകൾ വരരുത്. ഹൃദയത്തിലേക്ക് തെറ്റിദ്ധാരണെങ്കിൽ അപ്പക്കപ്പത് പറഞ്ഞു തീർക്കണം. അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. ആ ഹൃദയം ചിന്തിച്ച് ഹൃദയം ദുഷിച്ചു പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മനസ്സ് നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ റഹ്മാനെ. അപ്പൊ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതാ, നമ്മൾ വഴി വെച്ചു കൊടുക്കരുത്. അല്ലാഹുവേ, ഇത് പറയും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അറിവിനിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, സഹതാപം കൊണ്ട് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. നിങ്ങളെ ഒരാളെയും ചീത്ത പറയുന്നില്ല. ഉസ്താദ് ഞങ്ങളെ 1.5 മണിക്കൂർ ചീത്ത പറഞ്ഞു എന്ന് പറയല്ലേ. പഠിക്കട്ടെ, ഈ സമുദായം പഠിക്കട്ടെ, ഈ ഉമ്മത്ത് പഠിക്കട്ടെ, ഈ മുത്തുമുഅ്മിനീങ്ങൾ പഠിക്കട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനം എങ്ങനെയാണെന്ന് അറിവിനിലാവിലൂടെ പഠിക്കട്ടെ. കുടുംബജീവിതത്തിന്റെ സന്തോഷം എങ്ങനെയാണെന്ന് അറിവിനിലാവിലൂടെ 10,000 പഠിക്കട്ടെ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഓൺലൈൻ ക്ലാസിന്റെ സമയങ്ങളാണ്. പറയാൻ പറ്റോ എന്ന് അറിയൂല എന്നാണ് ഞാൻ പറയാൻ കാരണം. അറിവിനിലാവിലേക്ക് എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയാറുള്ളത്, എത്ര ആളുകളാണ് വിഷമങ്ങൾ പറയാറുള്ളത്. പലപ്പോഴും കേൾക്കുമ്പോ വല്ലാത്ത വിഷമമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓൺലൈൻ ക്ലാസ്സിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. പലപ്പോഴും നമ്മൾ ഇവിടത്തേക്ക് മൈൻഡ് കൊടുക്കുന്നില്ല, പലപ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധ കൊടുക്കുന്നില്ല. നമ്മുടെ മക്കൾ ഓൺലൈനിലൂടെ ഏത് ക്ലാസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാസിന്റെ മറവില് ചതിവലകളെ അവരെ കാത്തിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, കാത്തിരിക്കുന്നുണ്ട് വാപ്പമാരെ. നമ്മുടെ മക്കൾ പാവങ്ങളാണ്, അവരെ മനസ്സ് നിഷ്കളങ്കമായ മനസ്സാണ്. ആ മക്കളെ വഞ്ചിക്കാൻ, ആ മക്കളെ നല്ല മനസ്സിനെ റാഞ്ചിയെടുക്കാൻ കഴുക കണ്ണുകൾ പരിസരത്തിലൂടെ പറന്നിറങ്ങുന്നുണ്ടെന്ന് മറന്നു പോവണ്ട ഉമ്മ, മറന്നു പോവല്ല പ്രിയപ്പെട്ട വാപ്പമാരെ. മക്കളുടെ മേലിൽ നല്ല ശ്രദ്ധ വേണേ നമുക്ക്. അത് മാതാപിതാക്കളെ കടമയാണ്, അത് മാതാപിതാക്കളെ കടമയാണ്. ഓൺലൈൻ ക്ലാസിന്റെ പേര് പറഞ്ഞവരുടെ വിലപിടിപ്പുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കലോടെ കടമ തീരൂല വാപ്പാ. അതോടെ കടമ തീരുന്നില്ല ഉമ്മ, അതോടെ കടമ തീരുന്നില്ല പ്രിയപ്പെട്ട മാതാപിതാക്കളെ. ആ മക്കളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കൽ നമ്മുടെ കടമയാണ്. അത് കൃത്യമായി പഠിക്കുന്നുണ്ടോ എന്ന് അറിയൽ നമ്മുടെ കടമയാണ്. അത് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയൽ നമ്മുടെ കടമയാണ്. സമയമാകുമ്പോ ക്ലാസ് തുറന്നിട്ട് റൂമിന്റെ കത്ത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന മക്കളുടെ മേലിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണേ ഉമ്മമാരെ. ഇത് പറയുമ്പോ കൂട്ടുകാരികളെ നിങ്ങൾക്ക് എന്നോട് വിഷമം വന്നേക്കാം. ഇത് പറയുമ്പോ ചെറുപ്പക്കാരാ നിങ്ങൾക്ക് എന്നോട് സങ്കടം വന്നേക്കാം. നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല ചെറുപ്പക്കാരാ, നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല പെങ്ങളെ. അത് അങ്ങനെയാണ് മോനെ. കാലഘട്ടം
കാലഘട്ടം അങ്ങനെയാണ്, കാലഘട്ടം അങ്ങനെയാണ്, കാലഘട്ടം അങ്ങനെയാണ്. ചെറുപ്പക്കാരാ, റാഞ്ചിക്കൊണ്ടുപോവാൻ കഴുക ചിറകുകൾ നമ്മുടെ മുന്നിൽ പറന്നിറങ്ങുമെന്ന് മറക്കല്ല മോളെ. ഓൺലൈൻ ക്ലാസിന്റെ പേരില് എത്ര ആളുകളാണ് ചതിയിൽ പെടുന്നതെന്നറിയോ? എത്ര ആളുകളാണ് ചതിയിൽ പെടുന്നതെന്നറിയോ? ഉസ്താദേ, ഓൺലൈൻ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് ചതിയിൽ പെടുന്നത്? ക്ലാസ് നടക്കുന്നതൊക്കെ നല്ലതാണ്, ക്ലാസ് എടുക്കുന്ന അധ്യാപകന്മാരും ഉസ്താദുമാരും ടീച്ചർമാരും നല്ല ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. പക്ഷേ ആദ്യം നമ്മുടെ മക്കൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ മറ്റൊരു ലോകത്തേക്ക് പല മക്കളും പറന്നു പോകുന്നത് പാവപ്പെട്ട അധ്യാപകർ അറിയുന്നില്ല. പലരും അറിയുന്നില്ലല്ലോ ആ ചതിവലകളെ, പലരും മനസ്സിലാക്കുന്നില്ലല്ലോ ആ ചതിവലകളെ, പലരും മറന്നു പോവാണല്ലോ ആ ചതിവലകളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ കണ്ണടച്ചാ പിന്നെ കണ്ണുനീര് കുടിക്കുന്നവരും കൂട്ടുകാരാ, നമ്മൾ കണ്ണടച്ചാ പിന്നെ കണ്ണുനീര് കുടിക്കുന്നവരും പ്രിയപ്പെട്ട ഉമ്മമാരെ. അതെ, എന്റെ മക്കളെ പറഞ്ഞാൽ അനുസരിക്കൂല. അവർ ഏത് സമയത്തും മൊബൈലിലാണ്, അവർ ഏത് സമയത്തും മൊബൈലിലാണ്. അങ്ങനെ പറയാൻ വരട്ടെ ഉമ്മ, നമ്മുടെ മക്കളല്ലേ, നമ്മളെ പറഞ്ഞാ അനുസരിക്കണമല്ലോ, നമ്മളെ പറഞ്ഞാ കേൾക്കണമല്ലോ, നമ്മളെ പറഞ്ഞാ നമ്മുടെ മക്കളെ അനുസരിക്കണമല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, അങ്ങനത്തെ സലാഹിയത്തിന്റെ ഒരു കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബം നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിനെ അനുഗ്രഹിക്കണേ അല്ലാ. രക്ഷിതാക്കളെ, അത് ശ്രദ്ധിക്കൽ നമ്മുടെ കടമയാണ്. നമ്മുടെ മക്കളുടെ പഠനത്തിന്റെ വിഷയം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവർ അറ്റൻഡ് ചെയ്തു എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. പരിപൂർണമായിട്ട് മക്കളെ ഫോളോ ചെയ്യല് ഓരോ മാതാപിതാക്കളെ കടമയാണ്. മറക്കല്ല. ഒരു വലിയ ദുരന്തം നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പ്രായം അങ്ങനെയാണ്, അവരുടെ ചിന്തകൾ അങ്ങനെയാണ്, അവരുടെ പ്രായം അങ്ങനെയാണ്. ആ പ്രായത്തിൽ വടിവേക്കാതെ മക്കളെ പരിപാലിക്കുന്ന രക്ഷിതാക്കളാരാ? ലോക്ക്ഡൌൺ സമയത്ത് പോലെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഉമ്മ, കലാലയങ്ങളിലേക്ക് മക്കൾ പോകുമ്പോ ഇത്ര വലിയ പ്രശ്നം നമുക്കില്ലായിരുന്നു എന്ന് നമ്മൾ പറയുമല്ലോ. നമ്മുടെ മക്കൾ ഓൺലൈനിലൂടെ ക്ലാസിന്റെ പേര് പറഞ്ഞിട്ട് പല ഹറാമിയത്വം കാണുമ്പോ, പല ഹറാമിയത്തിന്റെ ചാറ്റ് നടത്തുമ്പോ പേടിയാകുന്ന ഉസ്താദേ, പേടിയാണ് ഉസ്താദേ, പേടിയാണ് ഉസ്താദേ, പേടിയാണ് ഉസ്താദേ എന്ന് നമ്മളൊക്കെ സങ്കടത്തോടെ പറയാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കൾ നമ്മുടേതാവണം. നമ്മുടെ മക്കൾ വഴിവിട്ടു പോവാൻ പാടില്ല. അവിടെ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാ, അവിടെ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നല്ല അതവുള്ള മക്കളാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ നല്ല തഖ്വയുള്ള മക്കളാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് പറയുമ്പോ പലർക്കും ചിലപ്പോൾ വിയോജിപ്പുണ്ടാവും. അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഉള്ളതാണ് ഞാൻ പറയുന്നത്. അത് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണെന്നാണോ? അങ്ങനെയല്ല. അത് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാ, എല്ലാവരും മക്കളും അങ്ങനെയാണ് അല്ല. മക്കളൊക്കെ നല്ലവരാണ്, എല്ലാ മക്കളും നല്ലവരാണ്. പക്ഷേ സാഹചര്യങ്ങളാണ് പലപ്പോഴും അവരെ തെറ്റിലേക്ക് എത്തിപ്പെടുന്നത്. സാഹചര്യങ്ങളാണ് അല്ലേ? സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണല്ലോ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരും. അതെങ്ങനെയാണ്? ഹറാമിയത്ത് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോഴാണ് മനസ്സിൽ മാറ്റം വരിക. അതല്ലാതെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് അത് കാണണം, ഇത് കാണണം എന്നൊക്കെ മനസ്സ് വരും. ഒരാൾക്കും വരൂല. പക്ഷേ സാഹചര്യങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ അറിയാതെ തെറ്റിന്റെ സ്റ്റെപ്പുകൾ അവരിങ്ങനെ കയറി തുടങ്ങും. അത് മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെ കണ്ടിട്ടും കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപകടമാണ്. പിന്നെ നമ്മൾ കൈകടിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പൊ അതിന് ഓൺലൈൻ ക്ലാസ് മക്കളും ശ്രദ്ധിക്കണില്ല.
അല്ലേ? ഇപ്പൊ മക്കൾ ഇങ്ങനെ അവരിങ്ങനെ കിടന്നുറങ്ങിയായിരിക്കും. ചിലപ്പോ ഉസ്താദ് അല്ലെങ്കിൽ അധ്യാപകന്മാരോ ഇന്ന ആളെ പേരിങ്ങനെ വിളിക്കുമ്പോ ശരിയിട്ട് കൊടുക്കുന്നതൊക്കെ ആരാ? ഉമ്മയാണ്. ശരിയിട്ട് കൊടുക്കുന്നതൊക്കെ വാപ്പയാണ്. ഒക്കെ നോക്കുന്നതാ മാഷാ അല്ലാഹ്, വെരി ഗുഡ്. ആരാ? നമ്മളെ മക്കൾക്ക് കിട്ടേണ്ട വെരി ഗുഡ് വാങ്ങുന്നത് ആരാ? കിട്ടുന്നത് മക്കൾക്കാണ്, പക്ഷെ ചെയ്തു കൊടുക്കുന്നത് ആരാ? ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഏതായാലും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി ഇപ്പോഴെങ്കിലും ഒന്ന് പഠിക്കാം, ഇപ്പോഴെങ്കിലും മക്കൾക്കൊന്ന് ഖിദ്മത്ത് കൊടുക്കാം. മക്കളെ നോക്കണം എന്നല്ലേ ഉസ്താദ് പറയുന്നത്? മക്കൾക്ക് നല്ലത് വരുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നല്ലേ? അപ്പൊ നമ്മൾ പരിശ്രമിക്കാം. മക്കളെ കിടത്തിറക്കിയിട്ട് നമ്മളിങ്ങനെ ഓൺലൈനിലൂടെ പരിശ്രമിക്കുക. അവര് പറയുന്നതൊക്കെ, അധ്യാപകര് പറയുന്നതൊക്കെ വരച്ചു കൊടുത്തും എഴുതി കൊടുത്തും, അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നമ്മുടെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതുകൊണ്ട് അത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരുടെ അവസ്ഥയല്ല പറയുന്നത്. പലരും, ചുരുക്കം ചില ആളുകളൊക്കെ അങ്ങനെയാവരുത്. കൃത്യമായി അവർ മദ്രസ ശ്രദ്ധിക്കുന്നുണ്ടോ? സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടോ, കൃത്യമായിട്ട് ഓൺലൈനിലൂടെ മദ്രസ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഓരോ രക്ഷിതാക്കളും അത് ശ്രദ്ധിച്ചിരിക്കണം. വളരെ അങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ പോക്ക്. അങ്ങനെയാണ് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അപകടമാകും. അതുകൊണ്ടാണ് മക്കളെ വളർത്തുമ്പോൾ ദീനിയായ ചിട്ടയിലൂടെ, ദീനിയായ പാന്താവിലൂടെ വളർത്താൻ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ 3 കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഭാര്യയുടെ മുമ്പിൽ നിന്ന് മറ്റൊരു പുരുഷനെ കുറിച്ചിട്ട് വല്ലാതെ മഹത്വം പറയരുത്. അതേ പ്രകാരം തന്നെ ഭർത്താവിന്റെ മുമ്പിൽ പോയിട്ട്, പിന്നെ നിങ്ങൾക്കറിയോ അപ്പുറത്തെ സൈനബാനെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയോ അപ്പുറത്തെ കുഞ്ഞാമിനെ, ഓളം മഹത്വം പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ റേഞ്ച് കയറ്റുക. അങ്ങനെ ചെയ്യരുത്. പലപ്പോഴും സഹോദരന്മാർ അറിയാതെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ പരസ്പരം സഹോദരന്മാർ അറിയാതെ പറഞ്ഞു പോകും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അത് തെറ്റാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പ്രകാരം തന്നെ മുത്തു റസൂലുള്ളാഹി പറയാണ്, നിന്റെ പ്രിയപ്പെട്ട പെണ്ണിന്റെ മുമ്പിലെ മറ്റൊരു പെണ്ണിന്റെ മഹത്വം നീ പറയാൻ പാടില്ല. നിന്റെ ഭാര്യയുടെ മുമ്പില് നിന്റെ അയൽവാസിയുടെ മഹത്വം നീ ഓളെ കണ്ടു പഠിക്ക്. ഓള് കണ്ടില്ലേ, ഓൾ അങ്ങനെയാണ്, ഓൾ ഇങ്ങനെയാണ്. അല്ലാഹുവേ, അപ്പൊ നിങ്ങൾ ഓളെ നോക്കി നടക്കല എന്ന് ചോദ്യം വരും. അപ്പൊ നിങ്ങൾ ഓളെ നോക്കി നടക്കല ഒന്ന് ചോദ്യം വരും. ചില ആളുകൾ പറയും, നിങ്ങളെ അപ്പുറത്തെ കുഞ്ഞോനെ കണ്ടു പഠിക്കും, ഓൻ നിങ്ങളെ പോലെ തന്നെയല്ലേ. അപ്പൊ ഇയാളെ മനസ്സിൽ അപ്പൊ കുഞ്ഞോനെ നോക്കി നടക്കല്ലേ. കണ്ടോ, പ്രശ്നമില്ലേ? വെറുതെ എന്തിനാ ഇടങ്കൂലിടാൻ പോയത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ ഓരോ പെണ്ണിനോടും മുത്ത് റസൂലുള്ളാഹി പറയാണ്, മറ്റൊരു പുരുഷനെ കുറിച്ചിട്ട് മറ്റൊരു പെണ്ണിന്റെ മഹത്വം പറയരുത് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു പുരുഷന്റെ മഹത്വം നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ പറയരുത്. പിന്നെ തെറ്റിദ്ധാരണയാവും. പിന്നെയാണ് താങ്കൾ വിളിക്കുന്ന കോൾ ബിസിയാണെന്ന് പറയുമ്പോ ഇതേതാ ബിസി അങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോ ഐസക് ന്യൂട്ടന്റെ ബുദ്ധിയൊക്കെ മറികടന്നിട്ട് ഭർത്താക്കന്മാരെ ബുദ്ധി അതിലേറെ മറികടക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ പ്രകാരം തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മറ്റൊരു പുരുഷന്റെ മഹത്വം പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മറ്റൊരു പുരുഷന്റെ മഹത്വം ഭാര്യയും പറയരുത്. ശ്രദ്ധിക്കണം. നമ്മളത് ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവേ, അങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ വരുന്നത്. നിങ്ങളെ അയൽവാസിയാവട്ടെ, നിങ്ങളെ മറ്റുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളാവട്ടെ, നിങ്ങളെ ഭർത്താവിനുള്ള മഹത്വത്തെ താഴ്ത്തിക്കെട്ടിയിട്ട് മറ്റുള്ളവന്റെ മഹത്വത്തെ നിങ്ങൾ പറഞ്ഞാൽ അത് കാരണം നഷ്ടപ്പെടുന്നത് കുടുംബജീവിതത്തിന്റെ സമാധാനമാണ് മോളെ. ചെറുപ്പക്കാരാ, നിന്റെ പെണ്ണിന്റെ മുമ്പിൽ പെണ്ണിന്റെ മഹത്വം പറയുന്നതിന് പകരോ നിന്റെ പ്രിയപ്പെട്ട മറ്റുള്ള കൂട്ടുകാരിയുടെ മഹത്വം പറഞ്ഞാ അതോടുകൂടെ നഷ്ടപ്പെടുന്നത് നിന്റെ കുടുംബജീവിതത്തിലുള്ള സമാധാനമാണ് മോനെ.
നിന്റെ ഭാര്യയുടെ മഹത്വം നീ പറയണോ, നിന്റെ ഭാര്യയുടെ സങ്കടം നീ കേൾക്കണോ, നിന്റെ ഭാര്യയുടെ മനസ്സിനെ കാണണം മോനെ, നിന്റെ ഭാര്യയുടെ മനസ്സിനെ അറിയണം മോനെ. ആ ഭാര്യ കഷ്ടപ്പെടുന്നത്, ആ ഭാര്യ പ്രയാസപ്പെടുന്നത്, ആ ഭാര്യ കണ്ണുനീര് കുടിക്കുന്നത് നമ്മളല്ലാതെ ആരാണ് ആ പാവങ്ങളെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കാൻ? നമ്മളല്ലാതെ ആരാ ചെറുപ്പക്കാരാ? നമ്മളെ വിശ്വസിച്ച് വന്നവനാണ്, നമ്മളെ വിശ്വസിച്ച് വന്നവനാണ്, നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇറങ്ങിപ്പോന്നവരല്ലേ. ആ പ്രിയപ്പെട്ട പൊന്നാർ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തില് നമ്മളൊന്നും പറഞ്ഞു പോവാ പാടില്ല, നമ്മളൊന്നും പറഞ്ഞു പോവാ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ പെണ്ണിന്റെ വിഷമം അറിയേണ്ടത് നീയാണ്. നീ വിഷമം അറിയാതിരിക്കുമ്പോഴാണ് ആ വിഷമം അറിയാൻ മറ്റുള്ളവൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പെണ്ണിന്റെ സങ്കടം അറിയാൻ മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാരെ, പെണ്ണിന്റെ മനസ്സ് കാണാൻ മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സങ്കടം കാണാ, പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് രോഗം വരുമ്പോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച ഭാര്യ നമ്മൾ മറന്നു പോവല്ല, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഭാര്യ, നമുക്ക് വേണ്ടി പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ മക്കളെ 10 മാസം ഉദരത്തിന്റെ അകത്ത് കൊണ്ട് നടന്ന ഭാര്യ, നമുക്ക് വേണ്ടി ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാര ഭാര്യ. ആ ഭാര്യയുടെ മനസ്സ് കാണുന്ന ഭർത്താവ് ആരാണ്? ആ ഭാര്യയുടെ മനസ്സ് കാണുന്ന ഭർത്താക്കന്മാര് ആരാണ്? അവർക്ക് അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥനയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് മുത്ത് റസൂലുള്ള പ്രഭാഷണം നടത്തുമ്പോ ഈ ഉമ്മത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ വാക്കെന്തെന്നറിയോ ചെറുപ്പക്കാരാ? അല്ലാഹു തന്നെ നിധിയാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ. ആ ഭാര്യയുടെ മനസ്സും നിങ്ങൾ കാരണം വേദനിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ. ആ ഭാര്യയുടെ മനസ്സും നിങ്ങൾ കാരണം സങ്കടപ്പെടാൻ പാടില്ല ചെറുപ്പക്കാരാ. ആ ഭാര്യയുടെ മനസ്സ് നിങ്ങൾ കാരണം വിഷമത്തിലാവാൻ പാടില്ല ചെറുപ്പക്കാരാ. അതുപോലെയാണ് പെങ്ങളെ, ഭർത്താവില്ല മനസ്സ് കാണാറുള്ള മനസ്സ് വേണം പെങ്ങളെ, ഭർത്താവില്ല വേദന കാണാറുള്ള മനസ്സ് വേണം പെങ്ങളെ, ഭർത്താവില്ല കണ്ണുനീര് കാണാറുള്ള മനസ്സ് വേണം പെങ്ങളെ, ഭർത്താവില്ല സങ്കടങ്ങളെ, ഭർത്താവില്ല വിഷമങ്ങളെ, ഭർത്താവില്ല പ്രയാസങ്ങളെ, ഭർത്താവില്ല ബുദ്ധിമുട്ടുകളെ, ഭർത്താവിന് രോഗം വരുമ്പോ ഭർത്താവിന് തണൽ നൽകാൻ കഴിയണം പെങ്ങളെ. എത്ര സഹോദരിമാരാണ്, എത്ര സഹോദരിമാരാണ് പ്രിയപ്പെട്ട ഭർത്താവിന് രോഗം വരുമ്പോ, പ്രിയപ്പെട്ട ഭർത്താവിന് സങ്കടം വരുമ്പോ എല്ലാം മറക്കുകയാണവര്, എല്ലാം മറക്കുകയാണവര്, എല്ലാം മറക്കുകയാണവര്. പ്രവാസ ലോകത്തിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ 15-30 ദിവസം ക്വാറന്റൈനിൽ കഴിയണമല്ലോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ആ ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്ത് അല്ലാഹുവേ, പ്രിയപ്പെട്ട ഭർത്താവായ നമ്മുടെ കൂടെ എല്ലാം മറന്ന റൂമിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, നമുക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുതരുന്ന പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവേ നമുക്ക് പോസിറ്റീവാണെന്നറിഞ്ഞാൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പോസിറ്റീവാണെന്നറിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുമല്ലോ, എല്ലാവരും മാറി നിൽക്കുമല്ലോ, എല്ലാവരും മാറി നിൽക്കുമല്ലോ. നമുക്ക് കോവിഡ് പോസിറ്റീവാണെന്നറിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുമല്ലോ ചെറുപ്പക്കാരാ. പക്ഷേ മാറി നിൽക്കാത്തൊരു ജന്മമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. ഞാനുണ്ട്, നിങ്ങൾക്ക് ക്വാറന്റൈനിൽ ഭക്ഷണം തരാൻ ഞാനുണ്ട്, നിങ്ങൾക്ക് വെള്ളം തരാൻ ഞാനുണ്ട്, നിങ്ങൾക്കെല്ലാം എല്ലാം നൽകാൻ ഞാനുണ്ട് പ്രിയ
പ്രിയപ്പെട്ട ഞാനുണ്ട് പ്രിയപ്പെട്ട രോഗം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ, വിഷമം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ, സങ്കടം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരട്ടെ. എത്ര ഭാര്യമാരാണ് എല്ലാം മറന്ന ക്വാറന്റൈനിൽ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞവരില്ലേ, ക്വാറന്റൈനിൽ കഴിയുന്ന ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നവരില്ലേ. എന്തേ? അവർക്കൊന്ന് രോഗത്തെ പേടിയില്ലാഞ്ഞിട്ടാണോ? അവർക്കൊന്ന് രോഗത്തെ പേടിയില്ലാഞ്ഞിട്ടാണോ? ഈ രോഗത്തെ പേടിയില്ലാത്തവരാരാണ്? ഈ രോഗത്തെ പേടിയില്ലാത്തവരാരാ? പക്ഷേ എല്ലാം അവര് മറന്നില്ലേ, എല്ലാം അവര് മറന്നില്ലേ, ഭർത്താവിന് വേണ്ടി എല്ലാം അവര് മറന്നില്ലേ. അത് കാണാൻ പല ചെറുപ്പക്കാരെ മനസ്സ് കാണിക്കുന്നില്ല. ഭാര്യയുടെ സങ്കടം കാണാത്ത ചെറുപ്പക്കാരാ, ഭാര്യയുടെ മനസ്സറിയാത്ത ചെറുപ്പക്കാരാ, ഭാര്യയുടെ മനസ്സിന്റെ അകത്തുള്ള വിഷമം കാണാത്ത ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മാലാഖമാരെ ശാപം നമ്മൾ ഏൽക്കേണ്ടി വരും കൂട്ടുകാരാ. നേരെ മറിച്ച് പ്രിയപ്പെട്ട ഭാര്യ മനോടെ ചേർത്ത് പിടിക്കണം നമ്മളെ. കരയല്ല മോളെ, എനിക്ക് കയ്യില്ല മോളെ, സങ്കടപ്പെടല്ല മോളെ, വിഷമിക്കല്ല മോളെ, നിന്റെ കൂടെയുണ്ട് മോളെ, ഒരു നീല് പോലെ കൂടെയുണ്ട് മോളെ. അല്ലാ തണൽ വന്നാ നീല് മാറുമല്ല മോളെ. വെയിലത്തിലൂടെ നടന്നു പോകുമ്പോ നിനക്ക് കൂട്ടിന്റെ നീലുണ്ടല്ലോ, ആ വെയിലങ്ങ് മാറിക്കഴിഞ്ഞാ നീലും മാറുമല്ല മോളെ. നീല് മാറിയാലും നീല് മാറിയാലും ഈ കാട മനസ്സ് മാറൂല മോളെ, ഈ കാട മനസ്സ് മാറൂല മോളെ. ഈ കാട മനസ്സ് മാറാതെ മരണം വരെ നിന്റെ കൂടെയുണ്ട് മോളെ എന്ന് പറയാൻ ചങ്കൂറ്റം വേണം. മരമെന്നിലാവില്ല പ്രിയപ്പെട്ട വാട്ടന്മാരെ, പനി വരുന്ന പെണ്ണിനെ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, തലവേദന വരുമ്പോ ഭാര്യയുടെ തലവേദന മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, ഒരു വയറുവേദന വരുമ്പോ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ, ഒരു സങ്കടം വരുമ്പോ പട്ടിണി കിടക്കുമ്പോ നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും വെറുപ്പ് കാണിക്കുന്ന ഭർത്താക്കന്മാരെ, അവരെ ദുരന്തങ്ങളാണ്, അവരെ ദുരന്തങ്ങളാണ്. അങ്ങനത്തെ ഒരു ഭർത്താവായി നമ്മൾ മാറരുത്, അങ്ങനത്തെ ഒരു ഭർത്താവായി നമ്മൾ മാറരുത്. നേരെ മറിച്ച് ചേർത്ത് പിടിക്കണം നമ്മൾ അവരെ. അവരുടെ പ്രായം തടസ്സമല്ല, അത് ചെറുപ്പക്കാരാണെങ്കിലും അത് പ്രായമുള്ളവരാണെങ്കിലും ചേർത്ത് പിടിക്കണം ചെറുപ്പക്കാരാ, ചേർത്ത് പിടിക്കണം വാപ്പമാരെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുത്ത് റസൂലുള്ളാഹിന്റെ അത്ഭുത സ്നേഹത്തിന്റെ ചരിത്രം നമ്മളെ മറന്നു പോവല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുത്ത് റസൂലുള്ളാഹിന്റെ അത്ഭുത പ്രേമത്തിന്റെ ചരിത്രം, അത്ഭുത സ്നേഹത്തിന്റെ മനോഹരമായ ചരിത്രങ്ങളെ നമ്മളെ മറന്നു പോവല്ല. അല്ലാഹുവേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം തരണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം തരണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാ. പലരും വിഷമത്തിലാണ് റബ്ബേ, പലരും സങ്കടത്തിലാണ് റബ്ബേ, പലരും കണ്ണുനീരിലാണ് അല്ലാ. സങ്കടങ്ങളെ മാറ്റണം അല്ലാ, ദുഃഖങ്ങളെ മാറ്റണം അല്ലാ, വിഷമങ്ങളെ മാറ്റണം അല്ലാ. അല്ലാഹുവേ പതിനായിരങ്ങൾ ആമീൻ പറയുന്ന അറിവില്ലാവില്ല മജ്ലിസിലേക്ക് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാവരുടെ സങ്കടങ്ങളെ മാറ്റണം അല്ലാ, എല്ലാവരുടെ ദുഃഖങ്ങളെ മാറ്റണേ നാഥാ. അല്ലാഹുവേ പോസിറ്റീവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലാ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണമല്ലാ. പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആക്കണേ അല്ലാ. അല്ലാഹുവേ നീ നെഗറ്റീവ് ആക്കണേ തമ്പുരാനെ. എത്ര ആളുകളാണ് വിഷമം പറഞ്ഞത്, എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറഞ്ഞത്. എല്ലാം പതിനാഗ്രഹങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസിന്റെ ബറകത്ത് കൊണ്ട് എല്ലാവർക്കും സലാമത്ത് കൊടുക്കണം.
ആരെയും നീ നിരാശപ്പെടുത്തല്ല അല്ലാ, ആരെയും നിരാശപ്പെടുത്തല്ല അല്ലാ. പാതിരാ സമയത്ത് പതിരാഗ്രഹങ്ങൾ ഒരുമിച്ച് ഓടി നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. സ്വീകരിക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ. ഈ മജ്‌ലിസിലിരിക്കുമ്പോ എന്ത് വിഷമമാണോ അവരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് സങ്കടങ്ങളാണോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ, ആ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ആ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, ആ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ, സന്തോഷം നൽകണേ റഹ്മാനേ, റാഹത്ത് നൽകണേ റഹ്മാനേ, ഖൈർ നൽകണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണമല്ലാ. വിഷമങ്ങൾ, സങ്കടങ്ങളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, കഷ്ടപ്പാടുകളെ, നൊമ്പരങ്ങളെ, കടങ്ങളെ, ദുഃഖങ്ങളെ, ടെൻഷനുകളെ എല്ലാം 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 നീ മാറ്റിച്ചരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോ 3 കാര്യങ്ങളിൽ നിന്ന് ഒന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അല്ലാഹുവേ, ഇതിന്റെ 2 കാര്യം, സമയം കുറെ ആയി, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. എന്ന് കരുതിയിട്ട് ശ്രദ്ധ കൂടരുത്, ആക്കെ വിളിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, അങ്ങനെ ആവരുത്, അങ്ങനെയല്ല വേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മളിൽ പലരിലും സംഭവിക്കുന്ന തെറ്റുകളാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെയും തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതല്ല, ആരെയും സംശയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നമ്മളിൽ നിന്നുള്ള ചില പ്രവർത്തനങ്ങളും വാക്കുകളും ഇടപെടലും പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് സത്യം, എന്നതാണ് സത്യം. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകളെ ദുആരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അല്ലാഹു വിഷമങ്ങളെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഇന്നൊരു പ്രിയപ്പെട്ടവർ വിളിച്ചു, വളരെ സന്തോഷം പറഞ്ഞു, അറിവിന്നിലാവ് അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി, വലിയ സന്തോഷമായി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഒരു ദിവസവും നിങ്ങൾ ഒഴിവ് കൊടുക്കാതെ മജ്‌ലിസ് നടത്തുന്നത് കൊണ്ട് എത്രയോ സഹോദരിമാരാണ് സീരിയലിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്, എത്രയോ സഹോദരന്മാരാണ് സീരിയലിന്റെ സിനിമയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇപ്പൊ പഴയ പോലെയൊന്നും അല്ല, ഇപ്പൊ സീരിയലും സിനിമയൊക്കെ പോയി. ഇപ്പൊ എല്ലാരെയും ട്രെൻഡ് ഇങ്ങനത്തെ നിലാവാണ്, അറിവ് നിലാവ്, മറ്റുള്ള ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങള്, സാദാത്യങ്ങളെ ഉപദേശങ്ങള്, എല്ലാവരുടെ ഉപദേശങ്ങളും നമ്മൾ കേൾക്കണം. എല്ലാ ഉസ്താദുമാരുടെ വാദുകളും നസീഹത്തുകളൊക്കെ കേട്ടിട്ട് മനസ്സിന്റെ മാറ്റങ്ങൾ വരണം. നമുക്ക് മനസ്സിന്റെ മാറ്റം വരണം. ഒരാളെയും കുറ്റപ്പെടുത്തുന്നതോ ഒരാളെയും ചീത്ത പറയുന്നതോ അല്ല, ദീനീയായ കാര്യങ്ങൾ പഠിക്കണം നമ്മൾ. അൽഹംദുലില്ലാ, അവര് സന്തോഷം പറഞ്ഞു, 10,000 സംഗമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് തന്നല്ലോ. അല്ലാഹു ആ തൗഫീഖ് എന്നും നമ്മുടെ ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ടും നമ്മുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പോ ഈ ഒരു സമയം ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങൾ, അൽഹംദുലില്ലാ, എത്രയോ ഉമ്മമാര് അവര് കേൾക്കുന്നു, ഭക്ഷണം കഴിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതിനു വേണ്ടി കാത്തിരിക്കാണ് അവര്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അല്ലാഹുവേ, കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക്, അയൽവാസികളിൽ നിന്ന് അയൽവാസികളിൽ നിന്ന്, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക്, മഹല്ലുകളിൽ നിന്ന് മഹല്ലുകളിലേക്ക് ഇതിന്റെ ജ്വരം, ഈ അറിവിൻ നിലാവിന്റെ ഓളങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ എല്ലാവരിലും എത്തിക്കുക. എല്ലാവരും ദീന് പഠിക്കട്ടെ, എല്ലാവരും ദീന് പഠിക്കട്ടെ, എല്ലാവരും ദീന് പഠിക്കട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഇനിയും പഠിക്കണം, ഒരുപാട്
ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും പഠിക്കണം. ജീവിതം അതുകൊണ്ട് സന്തോഷിക്കണം, ജീവിതം അതുകൊണ്ട് ആനന്ദിക്കണം, ജീവിതം അല്ലാഹുവേ ഇതിലൊരു അർത്ഥമുണ്ട് എന്ന് തോന്നിപ്പോവണം. അല്ലാ, എത്ര ആളുകളാണ് സങ്കടപ്പെട്ട് കഴിയുന്നവര്, ഈ മജ്ലിസാണ് അവർക്കുള്ള സമാധാനം. എത്ര ആളുകളാണ് വിഷമത്തോടെ കഴിയുന്നത്, ഈ സമയമാകുമ്പോൾ ഒരു സമാധാനമാണ് ഉസ്താദേ. എത്ര ആളുകളാണ്, എത്ര കുടുംബങ്ങളാണ് പറയുന്നത്, അല്ലാഹുവേ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കുക അല്ലാ. നമ്മുടെ അറിവിനിലാവിന്റെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട പൊന്നുമോൾ, ഒരു പ്രിയപ്പെട്ട സഹോദരി 9 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അവര് സ്കാനിങ്ങില് ഡോക്ടർ ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ഈ അടുത്താണ് അവർക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ പ്രസവത്തിന് വരൂ, പ്രസവിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാരണം സ്കാനിങ്ങിൽ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. ആ സഹോദരിയുടെ, ആ കുടുംബത്തിന്റെ മനസ്സിന് സങ്കടം ഉണ്ടാകൂലേ? അറിയുന്നില്ല, അവന്റെ കുടുംബമാകുമ്പോ അത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ സങ്കടമാണ്, നമ്മുടെ സഹോദരിയാണ് അവര്, നമ്മുടെ കുടുംബങ്ങളാണ് അവര്. അല്ലാഹുവേ, മടവൂര് ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, പ്രസവത്തിൽ ഒരു പ്രശ്നവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു വിഷമവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു സങ്കടവും നീ കൊടുക്കല്ലേ നാഥാ, ഒരു വിഷമവും നീ കൊടുക്കല്ലേ റബ്ബേ. എത്ര ആളുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവമായിട്ടുണ്ട് അറിവിനിലാവിന്റെ വെള്ളത്തിലൂടെ. എത്ര ആളുകൾക്ക് ശരീരത്തിലെ മാരകമായ രോഗങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ട്. എത്ര ആളുകൾ അൽഹംദുലില്ലാഹ് ഇന്നും വിളിച്ചിരുന്നു കുഞ്ഞു മക്കളുടെ സംസാരത്തിന് അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട്. എത്ര മക്കളുടെ സംസാരം ശരിയാവുന്നു, എത്ര ആളുകൾക്ക് വലിയ സമാധാനം നൽകുന്നു. ഇതൊക്കെ ഈ മജ്ലിസിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആമീൻ പറയുമ്പോൾ നമുക്ക് അല്ലാഹു തരുന്ന അത്ഭുത പ്രതിഫലങ്ങളാണ്, നമുക്ക് അല്ലാഹു തരുന്ന അത്ഭുത പ്രതിഫലങ്ങളാണ്. നമ്മുടെ ആരുടെയും ഒരു പവറോ നമ്മുടെ ആരുടെയും ഒരു മഹത്വം അല്ല. നമ്മൾ ഈ മജ്ലിസ് തുടങ്ങുമ്പോൾ മഹാനായ ഖുത്ബുൽ ആലം ശൈഖുന സിഎം വലിയുല്ലാഹി ഖദ്സല്ലാഹു സറഹുൽ അസീസ് അവിടുത്തെ പൊരുത്തം വാങ്ങിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടത്തേക്ക് അല്ലാഹു മഹത്വം നൽകിയിട്ടുണ്ട്, അവിടത്തേക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, വലിയ ആദരവ് നൽകിയിട്ടുണ്ട്. അവരുടെ ബർക്കത്ത് കൊണ്ടാണ് നമ്മുടെ സങ്കടങ്ങളെ വിഷമങ്ങൾ അല്ലാഹു മാറ്റുന്നത്. അല്ലാഹുവേ, ഇനിയും സങ്കടങ്ങളെ വിഷമങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ, നീ സലാമത്തിലാക്കണേ റഹ്മാനെ, നീ സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹ്, പ്രവാസ ലോകത്തിൽ നിന്ന് ഭർത്താവ് നാട്ടിൽ വന്നു. ഭർത്താവിനെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ്, ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അറിവിനിലാവിൽ വെച്ച് ദുആ ചെയ്തിരുന്നു, സ്വലാത്ത് ചൊല്ലിയിട്ട് തന്നെ ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നലെ ആ കുടുംബം സന്തോഷം അറിയിച്ചു. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അൽഹംദുലില്ലാഹ് കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇവർക്ക് ദുആ ചെയ്യുമ്പോൾ നിങ്ങളാണ് ആമീൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സമാധാനമാവട്ടെ. ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരൊപ്പുന്നുണ്ടല്ലോ, ഒരുപാട് കുടുംബങ്ങളെ സങ്കടങ്ങൾ മാറുന്നുണ്ടല്ലോ, ഒരുപാട് കുടുംബങ്ങളെ വിഷമങ്ങളെ ഞങ്ങൾ ആമീനെ കൊണ്ട് നീ മാറ്റുന്നുണ്ടല്ലോ. അത് മതി, അൽഹംദുലില്ലാഹ്. വേറെ ഒന്നില്ലെങ്കിലും അത് മതി. ഞങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഒരുപാട് കുടുംബങ്ങളെ മനസ്സ്, ഒരുപാട് കുടുംബങ്ങളെ സങ്കടങ്ങൾ മാറുന്നുണ്ടല്ലോ എന്നൊരു മനസ്സ് നമുക്ക് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. നമ്മൾ കുറച്ച് ദുആ വസിയത്ത് വായിക്കാൻ ഇൻഷാ അല്ലാഹ്. നമ്മള് സാധാരണ സമയം വൈകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷീണം വരും, ചിലപ്പോൾ പ്രയാസം വരും. ഇൻഷാ അല്ലാഹ് ക്ഷീണമുള്ള ആളുകൾക്കൊക്കെ നേരത്തെ ഉറങ്ങാം. പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും, ബാപ്പമാരുണ്ടാവും. നിങ്ങൾക്ക് ഉറങ്ങാം, പ്രശ്നമില്ല. നിങ്ങൾക്ക് ദുആരിക്കും. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്ത് വായിച്ചിട്ട് 11:30 ആകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ്, വിഷമാണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം, പ്രശ്നമൊന്നുമില്ല. കാരണം തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ടാണ് നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നതെന്നറിയാം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ടാണ് ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് വലിയ തിരക്കുണ്ടെങ്കിൽ ആ തിരക്കിലേക്ക് നീങ്ങാം. നിങ്ങൾക്ക് ഞങ്ങൾ ദുആ ചെയ്യും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. നിങ്ങളെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള ഒരു മജ്ലിസ് ആയിട്ട് അല്ലാഹ് നീ സ്വീകരിക്കുക റബ്ബേ.